ജഗരുവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കൂടെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ജനനായകനായിട്ടുള്ള വി.ഡി. സതീശൻ അധികാരമേൽക്കുന്ന ആ ചരിത്ര നിമിഷം കാണാനായിട്ട് തന്നെ തലസ്ഥാനം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. UDF കോട്ടകൾ ഇളകി മറിയുന്ന ആ പൊടിപൂരം കാണാൻ നമ്മളെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇളയ ദളപതിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരുപാട് സംസ്ഥാനങ്ങളിലെ വിവിധ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകളും റിപ്പോർട്ടുകളും. ആരൊക്കെയാണ് മന്ത്രിമാരെ, എന്തൊക്കെയാണ് വകുപ്പുകൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് ഹൈപ്പും ചെയ്യാൻ മറന്നു പോകരുത്. UDF മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയെന്നുള്ളത് ഇപ്പോഴാണ് ഏറെക്കുറെ വ്യക്തമായത്. അവസാന നിമിഷം നടന്ന ടിസ്റ്റുകളോടെയാണ് മന്ത്രിസഭാ രൂപീകരണം തീരുമാനമായത്. അതായത് സർപ്രൈസുകളായിട്ടായിരുന്നു മറ്റേ കൽപ്പറ്റ MLA ആയിട്ടുള്ള ടി സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള OK ജനീഷിൻ്റെയും പേരുകൾ മന്ത്രിപ്പട്ടികയിൽ ഉൾപ്പെട്ടത്. അതുപോലെ തന്നെ KA തുളസിയും വനിതാ പട്ടികജാതി വിഭാഗക്കാരിയായിട്ട് മന്ത്രിസഭയിൽ ഇടം നേടിയിട്ടുണ്ട്. റോജി M ജോണും മന്ത്രിസഭയിലെത്തിയിട്ടുണ്ട്. ചില മന്ത്രിമാരുടെ കാര്യത്തിലെ തർക്കങ്ങൾ നിലനിന്നിരുന്നെങ്കിലും അവസാന നിമിഷം അതിനെല്ലാം പരിഹാരമായെന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലൊക്കെ മന്ത്രിസഭ രൂപീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ചരിത്രത്തിലെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സ്പീഡിൽ, ഇത്രയും ദ്രുതഗതിയിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതും. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും UDF എല്ലാ മന്ത്രിമാരും ഉൾപ്പെട്ട ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. മന്ത്രിസഭയിൽ PC പക്ഷം പിടിമുറുക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മന്ത്രിമാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതിനാണ് ഒരു ചായ്വ് കൂട്ടി വന്നിട്ടുള്ളതെന്ന്. അപ്പം നമ്മളെ KC വേണുഗോപാലിൻ്റെ പക്ഷത്തിന് തന്നെയാണ് കൂടുതൽ ഡിമാൻഡുകൾ വന്നിട്ടുള്ളത്. മന്ത്രിമാരുടെ പട്ടികയിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ മുസ്ലിം പ്രതിനിധി, വയനാടിനൊരു മന്ത്രി എന്നീ പരിഗണനകളാണ് നമ്മളെ സിദ്ദിഖിന് തുണയായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഘടകകക്ഷികളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടം മുതലേ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന നമ്മളെ ചാണ്ടി ഉമ്മൻ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് പ്രതീക്ഷിച്ച KM മുരളീധരനെ ജലവൈദ്യുതി വകുപ്പായിരിക്കും ലഭിക്കുക എന്നാണ് ഏറ്റവും പുതിയ ഒരു വിവരം. CMPയുടെ CP ജോണിന് സഹകരണ വകുപ്പാകും കിട്ടാൻ സാധ്യത. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയായിട്ടുള്ള മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പ് കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിന് 2011 വകുപ്പുകൾ തന്നെ കിട്ടിയേക്കാനാണ് സാധ്യത. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം മാത്രം ചിലപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നുള്ള മന്ത്രിമാരെന്ന് പറഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ എന്നിവരൊക്കെയാണ് ലീഗിൻ്റെ മന്ത്രിമാരാകുന്നത്. ഈ കോൺഗ്രസ് മന്ത്രിമാരും വകുപ്പുകളും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്നത് ധനം, തുറമുഖം, നിയമം എന്നിങ്ങനെയാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആഭ്യന്തരവും വിജിലൻസുമാണ്. സണ്ണി ജോസഫിന് റവന്യൂ ആണ്. AP അനിൽകുമാറാണ് ആരോഗ്യം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ K മുരളീധരന് വൈദ്യുതിയാണ്. PC വിഷ്ണുനാഥിന് ടൂറിസവും സാംസ്കാരികവും ഉണ്ടാവും. അതുപോലെ T സിദ്ദിഖിന് വനം വകുപ്പാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പാണ്. പിന്നെ OJ ജനീഷിന് യുവജന ക്ഷേമം ആണ് കിട്ടുന്നത്. പിന്നെ M ലിജുവിന് എക്സൈസും സഹകരണവും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം ഒരുങ്ങുകയാണ്. അപ്പോൾ വേദിയിൽ ആരൊക്കെ വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് എപ്പോഴും നമ്മളെ ഹൈക്കമാൻഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതെ, ലോക് ഭവനാണ് തീരുമാനിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗംഭീരമാക്കാൻ രാഹുൽ ഗാന്ധിയും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം നിരവധി പ്രമുഖരെ UDF ക്ഷണിച്ചിട്ടുണ്ട്. വേദിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ലോക് ഭവൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലെ TVKയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതിന് ശേഷം നടന്ന കാര്യങ്ങളിൽ ചെറിയ ഒരു അതൃപ്തി ലോക് ഭവൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തലസ്ഥാന നഗരി ഒരുങ്ങുകയാണ്. ഏകദേശം നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള വകുപ്പുകൾ ഇതൊക്കെ തന്നെയാണ്.
അപ്പം ഇനി ആരൊക്കെയാണ് മന്ത്രിസഭയിലുള്ളതെന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സതീശനടക്കം 21. സതീശൻ മുഖ്യമന്ത്രി, ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, K മുരളീധരൻ, OJ ജനീഷ്, റോജി M ജോൺ, AP അനിൽകുമാർ, M ലിജു, KM തുളസി, T സിദ്ദിഖ്, മോൻസ് ജോസഫ്, CP ജോൺ, അനൂപ് ജേക്കബ്, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഭരിക്കാൻ പോകുന്ന മന്ത്രിമാരും അവരുടെ വിവിധ വകുപ്പുകളും. ഒരു നല്ലൊരു മാറ്റം കേരളത്തിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.